നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. 2015 മുതൽ ഇന്ത്യയിലെ കോമ്പാക്റ്റ് SUV രംഗത്ത് സൂപ്പർ സ്റ്റാറായിട്ട് തുടരുന്നൊരു വാഹനത്തിൻ്റെ 2024 മോഡൽ ഇതാ ഈ കാണുന്ന ഹ്യുണ്ടായി ക്രെറ്റ 2024. ഇന്ത്യയിലെ കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിന് തുടക്കമിട്ടത് റെനോ ഡസ്റ്ററാണ്. അങ്ങനെയാണ് ആ ഒരു സെഗ്മെൻറ്റ് ഇന്ത്യയിൽ വലിയ വിജയമായത്. പക്ഷേ അതിനുശേഷം ഈ സെഗ്മെൻറ്റ് കൊണ്ടുനടന്ന സത്യത്തിൽ 2 മോഡലുകളാണ്. ഒന്ന് മാരുതിയുടെ വിറ്റാര ബ്രസയും മറ്റൊന്ന് ഈ കാണുന്ന ഹ്യുണ്ടായി ക്രെറ്റയും. ഈ 2 വാഹനങ്ങളും ചേർന്നാണ് പിന്നീട് ഈ ഒരു സെഗ്മെൻറ്റ് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പോലും 15,000-നടുത്ത് യൂണിറ്റുകൾ വിൽക്കുകയുണ്ടായി ഹ്യുണ്ടായി ക്രെറ്റ. അത്രയധികം ഹിറ്റായൊരു വാഹനമാണിത്. എന്താണ് ഹ്യുണ്ടായി ക്രെറ്റ അത്രയും ജനപ്രിയമാക്കിയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സും ഇൻറ്റീരിയറിൻ്റെ ഒരു വലിപ്പവും അതുപോലെ തന്നെ കംഫർട്ടുകളും എല്ലാം തന്നെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്ന് തന്നെ പല കാലാകാലങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ ക്രെറ്റയിൽ വരുന്ന കാര്യത്തിൽ ഹ്യുണ്ടായി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ 2024 മോഡൽ അതിമനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കുന്നത്. എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ഫീച്ചേഴ്സ് ആയാലും എല്ലാം തന്നെ കാര്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വന്നിരിക്കുന്നത് ലെവൽ 2 വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലാണെങ്കിലും മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന ക്രെറ്റയുടെ ഇൻറ്റീരിയർ ഒന്നുമല്ല, അതിമനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ LED സ്ട്രിപ്പുകൾ പോലെയുള്ള ഏറ്റവും ആധുനികമായ കാര്യങ്ങൾ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ക്രെറ്റയെ മാറ്റിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വാഹനം ഇതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന ക്രെറ്റയിൽ നിന്നൊക്കെ എല്ലാ തരത്തിലും വ്യത്യസ്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്രെറ്റയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്കിനിയിപ്പോൾ നോക്കാനുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ടല്ലോ, നമുക്കറിയാവുന്ന കിയ സെൽറ്റോസിൽ ആദ്യം തന്നെ കുറേ മാറ്റങ്ങൾ വന്നിരുന്നു. അതായത് അഡാസിൻ്റെ ലെവൽ 2 പോലുള്ള കാര്യങ്ങളെല്ലാം ആദ്യം വന്നത് കിയ സെൽറ്റോസിലാണ്. എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ആദ്യം സെൽറ്റോസിൽ കുറച്ച് മാറ്റങ്ങൾ വരും, ആ മാറ്റങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്രെറ്റയിലേക്ക് വരും. അതായത് ഈ വസന്തത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ആദ്യം ഒരു കുയിൽ വന്ന് പാടിയിട്ട് പോലും ആ കുയിലാണ് കിയ സെൽറ്റോസ്. ആദ്യമായി വന്നതിന് ശേഷം പ്രധാനമായിട്ടും വളരെ വലിയ ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ച 2019 ഒടുവിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. രസകരമായ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ 2024 മോഡൽ ക്രെറ്റ മറ്റ് രാജ്യങ്ങളിൽ വന്നിരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ഈ ഒരു രൂപത്തിൽ മാറ്റം വരുത്തിയാണ് വന്നിരിക്കുന്നത്. മാറ്റം വരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രൂപത്തിൻ്റെ കാര്യത്തിൽ ഫ്രണ്ടിലൊക്കെ കാണുന്ന പല കാര്യങ്ങളിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാര്യമായ രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്ത്യക്കാർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് ഇന്ത്യയിലേക്ക് വേണ്ട മാത്രമുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്നതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഹ്യുണ്ടായുടെ പാലിസൈഡ് എന്ന് പറയുന്ന ഒരു വലിയ SUV ഉണ്ട്. അത് വിദേശത്തേ ഉള്ളൂ, ഇന്ത്യയിലില്ല, ഗൾഫിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പാലിസൈഡിൻ്റെ പോലെയാണ് ഇപ്പോൾ വലിയ ഗ്രില്ലൊക്കെ വന്നിരിക്കുന്നത്. പാലിസൈഡിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ ക്രെറ്റയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിന് പ്രധാനമായിട്ടും കാരണമായിട്ട് പറയാവുന്നത് ഈ വലിയ ഗ്രില്ലാണ്. ഗ്രില്ല് മനോഹരമായിട്ടുണ്ട്. അതിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ്, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സംഭവമാണ് ഈ നീണ്ട LED ലൈറ്റ് ബാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തൊരു നല്ല ക്യാരക്ടർ വന്നിട്ടുണ്ട്. ആ ലൈറ്റ് ബാറിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പിനെ കാണാവുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒറ്റ യൂണിറ്റായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അതിൽ മനോഹരമായിട്ട് ഈ ഒരു സൈഡ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായിട്ട് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഗ്രില്ലിൻ്റെ ഭാഗമായിട്ടും കൂടി അത് കടന്നു നിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. മറ്റ് ഭാഗത്തേക്കൊന്നുമില്ലെങ്കിലും ഈ ഒരു ഭാഗത്ത് ഗ്രില്ലിൻ്റെ ഒരു തുടക്കം പോലും DRLൻ്റെ ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ LED ഹെഡ്ലാമ്പ്, അത് ഒരു സ്ക്വയർ ടൈപ്പായി. നേരത്തെ സ്ക്വയർ ടൈപ്പ് ആയിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ പഴയ ക്രെറ്റ നോക്കുമ്പോൾ മനസ്സിലാവും. 2 എലമെൻറ്റ്സ്, 2 ഡെക്കായിട്ടുള്ള ഒരു LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്.
താഴെയായിട്ട് എയർ ഡാം പോലെ തോന്നിക്കുന്ന ഭാഗം, പക്ഷേ അവിടെ അതൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹെഡ് ലാമ്പ് താഴെ ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഒരു എന്താ പറയുക ആവശ്യമില്ലാതായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനമില്ലാതായതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഇപ്പോൾ അങ്ങനെ ഒഴിവായിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. മുൻഭാഗത്ത് ഈ ഒരു ബമ്പറിൻ്റെ ഭാഗമൊക്കെ പാടെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആഷ് നിറമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ വീണ്ടും എയർ ഡാം വന്നിരിക്കുന്നു. ഇവിടെ കാണുന്ന ഈ ഒരു പലകയാണ് അഡാസ് ഫീച്ചേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഹാർട്ടെന്ന് വിളിക്കാവുന്ന കാര്യം. സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ആ ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് അഡാസ് ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് ഈ വാഹനത്തിൽ എന്നുള്ള കാര്യം. അതുപോലെ താഴെ ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗം കാണാം. അത്രയൊക്കെയാണ് നമുക്ക് മുൻഭാഗത്ത് പറയാവുന്നത്. പക്ഷേ വളരെ പെർമനൻ്റ് ആയിട്ടുള്ള ബോണറ്റ് ലൈനാണ് ഇവിടെ കാണുന്നത്. വളരെ ശക്തി വിളിച്ചു പറയുന്ന പോലെ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള 4 വലിയ ബൾജുകളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ തന്നെ മുൻഭാഗത്തിൻ്റെ ആ ഒരു ബോൾഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ എനിക്ക് ഓർമ്മ വന്നത് ഏറ്റവും പുതിയ റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ ഒക്കെ പോലെ തന്നെ ഈ സൈഡൊക്കെ അങ്ങനെ ഉരുട്ടിയെടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ആ ഒരു സ്ക്വയർ രൂപം പാടെ മാറിയിട്ട് ആ ഒരു ഒഴുക്ക്, ആ ഒരു ഫ്ലോ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ മുൻഭാഗത്തിന് തീർച്ചയായിട്ടും ഒരു 10ൽ 9 കൊടുക്കാം അല്ലേ, 10ൽ 9 മാർക്ക് കൊടുക്കാം. 1 മാർക്ക് അവിടെ നിൽക്കട്ടെ, അല്ല അഹങ്കരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി വശക്കാഴ്ചയിലേക്ക് പ്രവേശിക്കാം. വശക്കാഴ്ചയിൽ പ്രധാനമായിട്ടും നമുക്ക് അലോയ് വീലിൻ്റെ ഡിസൈൻ മാറിയതാണ് പറയാവുന്നത്. ടയർ സൈസൊന്നും മാറ്റമില്ല, 17 ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷിൻ്റെയും ചേർന്നിരിക്കുന്ന അലോയ് ഭംഗിയായിട്ടുണ്ട്. വശക്കാഴ്ച വളരെ പെട്ടെന്ന് അങ്ങനെ വലിയ മാറ്റം നമുക്ക് പറയാനില്ല, പക്ഷേ മാറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ഈ ഒരു കട്ടുകളും ബോഡി ലൈനുകളും ഒക്കെയാണ് മനസ്സിലാക്കി തരുന്നത്. അത് ക്യാമറയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്തായാലും ഇവിടെ എല്ലാം വളരെ ഗംഭീരമായ ബോൾഡായിട്ടുള്ള ബോഡി ലൈനുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ വീലാർസിൻ്റെ മുകളിലാണെങ്കിലും വളരെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ലൈൻ വന്നിരിക്കുന്നു. അതുപോലെ ഇവിടെ ക്ലാഡിങ്, മുൻഭാഗത്തു നിന്നുള്ള ക്ലാഡിങ് അങ്ങനെ സൈഡിലേക്ക് വരുന്നുണ്ട്. സൈഡിൽ മറ്റ് കാഴ്ചകളിലും പ്രധാനമായിട്ടും നമ്മൾ ആകർഷിക്കുക ഈ പറഞ്ഞ ബോൾഡ് ലൈനുകളായിരിക്കും. അവിടുന്ന് വരുന്ന ആ ലൈനൊക്കെ അങ്ങനെ കാര്യമായ രീതിയിൽ പിന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വശക്കാഴ്ചയിലും ആ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കുന്ന രീതിയിലാണെന്ന് പറയാം. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷിൻ്റെയും അതുപോലെ തന്നെ താഴെയായിട്ട് അലൂമിനിയം ഫിനിഷിൻ്റെയും ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പ്ലാറ്റ്ഫോമിലൊന്നും മാറ്റമില്ല, അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വലുപ്പത്തിലും മാറ്റമില്ല. സൈഡ് പ്രൊഫൈൽ, അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഏരിയയ്ക്ക് മാറ്റമില്ല. അത്തരം മാറ്റങ്ങളൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഈ ഒരു ബോൾഡ് ലൈനുകൾ വന്ന മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും പറയാവുന്നത്. അതുപോലെ മേൽഭാഗത്ത് ഒരു റൂഫ് റെയിൽ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനും കൊടുത്തിരിക്കുന്നത് അല്ലേ അലൂമിനിയം ഫിനിഷ് അല്ലേ? അതെ, അലൂമിനിയം ഫിനിഷാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇത് വൈറ്റ് വാഹനമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് ഏത് നിറമാണെന്ന് മനസ്സിലാകാതെ പോകുന്നേ ഉള്ളൂ. ഏതായാലും ഇവിടെ എത്തുമ്പോൾ സി പില്ലറിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ ഒരു വളരെ വലിയൊരു പ്ലേറ്റ്, അതിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു ആഷ് നിറമാണ്. അതിങ്ങനെ എന്താ പറയുക, ഈ ഒരു വൈറ്റിൽ തെളിഞ്ഞ് നിൽക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായേനെ. അതുപോലെ ഇവിടെ സൈഡിൽ ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫിനിഷിലാണ്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുവരെ കണ്ട ക്രെറ്റയിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിലേക്കാണ് നമ്മൾ പിൻഭാഗത്തേക്ക് പോകുന്നതെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അതെ, പിൻഭാഗമാണ് അടിപൊളി എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുണ്ട്. അതായത് ഇതുവരെ കണ്ട ക്രെറ്റയുടെ പിൻഭാഗത്തേക്കാളൊക്കെ അതിസുന്ദരമാണെന്നാണ് പറയേണ്ടത്. അതിന് കാരണം ഈ കാണുന്ന വലിയ LED സ്ട്രിപ്പാണ്. ആ എലമെൻസൊക്കെ അതിമനോഹരമാണ്. അത് വളരെ പ്രീമിയം വാഹനങ്ങളിൽ കാണുന്ന രീതിയിലുള്ള എലമെൻസൊക്കെ ഉണ്ട്. LED ടൈൽ ലാമ്പാണ്. അതിൻ്റെ എലമെൻസ് നോക്കുക, എത്ര ഭംഗിയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ മനോഹരമായ സീക്വൻഷ്യൽ അല്ലെങ്കിലും മനോഹരമായ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഒരു മാറ്റം വന്നിരിക്കുന്നത് റിവേഴ്സ് ലൈറ്റ് ഇപ്പോൾ ഇവിടെ ഈ ബമ്പറിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു സംശയമില്ല. അതുപോലെ തന്നെ ഷാർഫിൻ ആൻറ്റിനയും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ, ഇതിൽ സ്റ്റോപ്പ് ലാമ്പ്, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ഡീഫോഗറുണ്ട്. അതുപോലെ തന്നെ പിന്നിലും വൈപ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓടിക്കാൻ പോകുന്ന ഈ മോഡൽ SX എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മാനുവൽ മോഡലാണ്. അതിൻ്റെയാണ് ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാനാവുന്നത്. അതുപോലെ ബമ്പറിൻ്റെ ഭാഗം പാടെ മാറിയത് നിങ്ങൾക്ക് കാണുമ്പോൾ ബോധ്യമാകും. ഇവിടെ എല്ലാം ചെറിയ എലമെൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആഷ് നിറമാണ് ഈ ഒരു ഭാഗത്ത് ബമ്പറിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വന്ന രീതിയിലാണ് ഇപ്പോൾ പിൻഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും എത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ള കാര്യം. എന്തായാലും മൊത്തത്തിൽ തകർത്തു എന്നാണ് പറയേണ്ടത്. ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ സൈഡ് പ്രൊഫൈലിൽ കാണുമ്പോഴാണ് ഏറ്റവും ഭംഗി തോന്നുക. എന്തായാലും ഡിസൈനിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ തന്നെ ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളും ഡിസൈനിൻ്റെ കാര്യത്തിൽ ഗംഭീരമാണ്. പുതിയ കട്ട ഒട്ടും മോശമല്ല. എന്തായാലും ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. യാതൊരു മാറ്റവുമില്ല, കാരണം വാഹനത്തിൻ്റെ വലിപ്പത്തിനൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് യാതൊരു മാറ്റവുമില്ല. ഇവിടെ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സബ് വൂഫറാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്പെയർ ടയറുണ്ട്. സ്പെയർ ടയർ 16 ഇഞ്ചാണ്. ഒരു അല്പം വലിപ്പം കുറച്ചാണ്. അതിപ്പം പുതിയൊരു ട്രെൻഡാണ് അങ്ങനെ എന്ന് പറയാം. അതുപോലെ 60/40 ആയിട്ട് നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റണമെങ്കിൽ അതിന് സാധ്യമാവുകയും ചെയ്യും. എന്തായാലും ഇലക്ട്രിക്കലി ഒന്നും ക്ലോസ് ചെയ്യുന്ന
ബൂട്ടല്ല, പിടിച്ച് തന്നെ അടയ്ക്കണം. അപ്പോൾ ഇത്രയുമാണ് ഗംഭീരമായ ഈ വാഹനത്തെപ്പറ്റി പറയാനുള്ളത്. തീർച്ചയായിട്ടും ഗംഭീരം എന്നുള്ള ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ. കാരണം വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് നിർവഹിച്ചിരിക്കുന്നത്. ഇത്രയും ജനപ്രിയ വാഹനമായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ഫേസ് ലിഫ്റ്റിലേക്ക് കൈ വയ്ക്കുന്നതിന് മുമ്പ് എത്രത്തോളം ഇവർ ചിന്തിക്കുന്നുണ്ടാവുമെന്ന് ആലോചിക്കുക. ഒന്ന് പാളിപ്പോയാൽ കഴിഞ്ഞില്ലേ, ഒരുപടി അങ്ങോട്ടോ ഒരുപടി ഇങ്ങോട്ടോ പോയാൽ കഴിഞ്ഞു, താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോവും. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതെ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഏറ്റവും പുതിയ ക്രെറ്റയെ ഹ്യുണ്ടായി മാറ്റിയെടുത്തിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഹ്യുണ്ടായിയുടെ ഡിസൈനേഴ്സ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ പാടെ മാറിയിരിക്കുകയാണ്. അതായത് വിദേശത്തും മറ്റും നമ്മൾ കാണുന്ന ഹ്യുണ്ടായുടെ വാഹനങ്ങളുടെ ഇൻറ്റീരിയറിന് സമാനമായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇൻറ്റീരിയർ. കളേഴ്സ് ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിഗംഭീരം എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടുവന്നിരുന്ന ക്രെറ്റയിൽ നിന്നും യാതൊരു സാമ്യവുമില്ലാത്ത രീതിയിലാണ് ഡാഷ്ബോർഡ് ഉൾപ്പെടെയുള്ള മാറ്റിയിരിക്കുന്നത്. അതായത് പ്ലാറ്റ്ഫോം മാത്രം നിലനിർത്തിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇൻറ്റീരിയറും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വസന്തത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ആദ്യം ഒരു കുയിൽ വരുമെന്ന്. ആ കുയിൽ സെൽറ്റോസ് ആണല്ലോ. സെൽറ്റോസിൽ കണ്ടിരിക്കുന്ന അതേ വലിയ ഒരു 2 സ്ക്രീനുകളുടെ ഒരു സമുച്ചയം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് മാറ്റം. 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്നത്. മിക്കവാറും എല്ലാ കാര്യങ്ങളും ആ സ്ക്രീനിലാണ് ഒതുക്കിയിരിക്കുന്നത്. ആകെ ഫിസിക്കൽ സ്വിച്ചുകളെന്ന് പറയുന്നത് ഈ കാണുന്ന ഇവിടെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റുമാണ്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ 2 കൂട്ടർക്കും 2 സൈഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഓരോ സൈഡിലേക്കുള്ള AC-യുടെ ടെമ്പറേച്ചറും മറ്റും അതാണ് ആ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടാതെ നമുക്ക് കാണാവുന്നത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ട്രാക്ക്, സീക്ക് പോലുള്ള കാര്യങ്ങൾ, റേഡിയോ, അതിൻ്റെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫിസിക്കലി ഉപയോഗിക്കാവുന്ന സ്വിച്ചുകളൊക്കെയാണ് അവിടെ കാണുന്നത്. ചെറിയൊരു സ്ക്രീൻ ക്ലൈമറ്റ് കൺട്രോളിൻ്റെതായിട്ടും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാവുന്നത് വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് ഇവിടെ ഈ കാണുന്നത്. കൂടാതെ USB ചാർജറുണ്ട്, 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാം. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ കളേഴ്സാണ്. ഇവിടെ ബ്ലാക്ക്, ഇവിടെ ഒരു ഭംഗിയുള്ള എന്താണ് ഒരു ചെമ്പ് നിറം എന്ന് വിളിക്കാവുന്ന കോപ്പർ നിറത്തിലുള്ള ഒരു ഭാഗം അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ വൈറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ബീച്ച് ഫിനിഷാണ് നമുക്ക് മേൽഭാഗത്ത് കാണാനാവുന്നത്. AC വെൻറ്റുകളുടെ കാര്യത്തിൽ വളരെ ഭംഗിയുള്ള രീതിയിലുള്ള സ്ലീക്കായിട്ടുള്ള AC വെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് തുടർച്ചയായിട്ട് AC വെൻ്റ് ഇവിടെ തുടരുന്നു. ഈ തുടരുന്നത് അങ്ങേയറ്റം വരെ ഒരേ രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ വളരെ കൺസീൽഡ് ആയിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ കൊടുത്തിരിക്കുകയാണെന്ന് പറയാം. അതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല ഗ്രിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണും മറ്റും വെച്ചാൽ ചാടിക്കളിക്കില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. അതുപോലെ കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്പം ചെറിയ തണുപ്പിച്ചൊക്കെ സാധനങ്ങൾ വയ്ക്കാവുന്നതാണ്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലാണ്. അതിൻ്റെ 6 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ലിവറാണ് നമ്മൾ ഈ കാണുന്നത്. അതിലും മനോഹരമായ രീതിയിൽ ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ചെറിയ രാഷ് നിറമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് 2 സീറ്റുകളും വെൻറ്റിലേറ്ററാണ്. അതിൻ്റെ സ്വിച്ചുകളാണ് നമ്മൾ ഈ 2 സൈഡിലും കാണുന്നത്. ഇപ്പോൾ അത് ഓണായിട്ടുണ്ട്. അതാണ് ആ കാണുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡും കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. വിശാലമായ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സ്ലൈഡിംഗ് അല്ല, ഇത് ഒറ്റ സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയുള്ളൂ. പക്ഷേ അത് വിശാലമായതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ അത് ഉയർത്തി കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും സീറ്റിൻ്റെയും മറ്റും കംഫർട്ട് എടുത്തു പറയാവുന്നൊരു കാര്യമാണ്. വെൻറ്റിലേറ്റർ ആണെന്ന് മാത്രമല്ല, ഇതിൻ്റെ ബോൾസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സും മനോഹരമാണ്. ബീജുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഒരു ബ്ലാക്ക് നിറം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ്, ഈ ഒരു കോപ്പർ നിറമുള്ള സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. എല്ലാം കൂടി അത് മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ കാണുന്ന പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗമുണ്ട്, ആഷ് നിറമുണ്ട്, ലെതർ റാപ്ഡാണ്. അങ്ങനെ എല്ലാ തരത്തിലും മനോഹരമാണ്. ഈ സൈഡിൽ കാണുന്നത് വോളിയത്തിൻ്റെയും മറ്റും കൺട്രോളുകളാണെങ്കിൽ ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന പുതിയ അഡാസ് ഫീച്ചേഴ്സിൻ്റെ നമ്മൾ ഓടിക്കുമ്പോൾ അതിനെ പറ്റി പറയാം. അതിൻ്റെയൊക്കെ സ്വിച്ചുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം.
ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളിൽ ഈ കാണുന്നത് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തെ സ്ക്രീനാണ്. അതിലെ പല കാര്യങ്ങളും ഗ്രാഫിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമാണ്. അത്ര വലിയ ഡയലൊന്നുമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള സത്യമാണ്. ആ രീതിയിലെല്ലാം കൂടി ഒതുക്കി മനോഹരമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. ഏതായാലും ഈ കാണുന്ന 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കാണാം. അതായത് 70-ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സും ADAS ഫീച്ചേഴ്സും എല്ലാം കൂടി ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. കൂടാതെ ഇതിനകത്തൊരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 8 സ്പീക്കറിൻ്റെ ഒരു ബോസിൻ്റെ ഗംഭീര മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ജിയോ സാവൻ പോലുള്ള കാര്യങ്ങൾ, വോയിസ് മെമ്മോ, മീഡിയോ അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ബ്ലൂ ലിങ്ക് എന്ന് പറയുന്നതാണല്ലോ ഈ കണക്ടിവിറ്റി, ഹ്യുണ്ടായുടെ കണക്ടിവിറ്റി ഫീച്ചറാണ് ബ്ലൂ ലിങ്ക് എന്ന് പറയുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഇവിടെ നമ്മൾ 360 ഡിഗ്രി ക്യാമറയുടെ ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ സാമാന്യം തരക്കേടില്ലാത്ത റെസൊല്യൂഷനിലുള്ള വ്യൂസാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇത് ടോപ്പ് ആംഗിൾ വ്യൂ ആണ് കാണുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ വൈഡായിട്ടൊക്കെ ആണെങ്കിൽ ഇതിൽ ഈ ഒരു മൈനസൊക്കെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ, കുറച്ചുകൂടി വലിയതായിട്ട് ആണെങ്കിൽ അങ്ങനെ ആകാം, മൈനസ് ആക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മുടെ വാഹനത്തിന് ചുറ്റുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ക്ലോസ് ആയിട്ട് കാണാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ധാരാളം, ഞാൻ പറഞ്ഞല്ലോ, ധാരാളം ADAS ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. പക്ഷേ ഇതാണ് നമുക്ക് പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങൾ. അതുപോലെ 360 ഡിഗ്രിയിലേക്ക് നമുക്ക് വിഷ്വലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പം കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങൾ, കൂടാതെ ഇതുപോലുള്ള ധാരാളം വോയിസ് കമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതെല്ലാം പിന്നെ എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് സംശയമാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം ഹ്യുണ്ടായുടെയും കിയയുടെയും വാഹനങ്ങളിലും പിന്നെ MGയിലുമാണ് ഏറ്റവും അധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആദ്യകാലത്തൊക്കെ ഉള്ളത്. നാവിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നിയർ ബൈ കഫേ, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് എല്ലാം കണ്ടുപിടിക്കാനൊക്കെ ഉള്ള പല കാര്യങ്ങൾ, അത്തരത്തിലുള്ള ജീവിതം വളരെ എളുപ്പമാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാവുന്നതാണ്. എന്തായാലും ഡ്രൈവർ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതിനും ചുറ്റും കോപ്പർ നിറം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റും കൊടുത്തിരിക്കുന്നു. മിറർ നമുക്ക് ക്ലോസ് ചെയ്യാനും മറ്റുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അവിടെ കാണുന്നത്. എന്തായാലും പഴയ കറ്റയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും അല്പം കൂടി താഴ്ന്നിട്ടുണ്ട് ഡാഷ്ബോർഡ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോൾ വളരെ രസകരമായ ഡാഷ്ബോർഡും അതിൻ്റെ അപ്പുറത്തേക്ക് ഗംഭീരമായ വിസിബിലിറ്റിയും വരുമ്പോൾ രസകരമായ ഒരു ഫീല് തീർച്ചയായിട്ടും നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ കിട്ടും. ഇനിയിപ്പോൾ ഉള്ളത് പ്രധാനമായിട്ടും പനോരമിക് സൺറൂഫിനെ പറ്റിയാണ് പറയേണ്ടത്. ശരിക്കും പനോരമിക് തന്നെയാണ് കേട്ടോ. കാര്യമായ രീതിയിൽ നമുക്ക് ഉൾഭാഗത്ത് കാറ്റും വെളിച്ചവും കടത്തുന്ന പനോരമിക് സൺറൂഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും സ്പേസിൻ്റെ ഒന്നും കാര്യത്തിൽ മാറ്റമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം നിങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണല്ലോ ഹ്യുണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത്. ഇതടയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, തന്നെ അടഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസ് ഒന്നും വ്യത്യാസമില്ല. എന്തായാലും അഡീഷണലായിട്ട് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം തകർപ്പനായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കും ഇവരുടെ ഫീച്ചേഴ്സ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഓരോ പുതിയ മോഡൽ വരുമ്പോഴും കിയയും അതുപോലെ ഹ്യുണ്ടായി എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊണ്ടിരുന്നത്. അപ്പോൾ ബെൻസിൻ്റെയൊക്കെ എസ് ക്ലാസിൻ്റെയൊക്കെ ലോഞ്ചിന് പോയിരുന്ന നമ്മളിപ്പോൾ ഫീച്ചേഴ്സിനെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ അതിനുള്ളതാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഹ്യുണ്ടായുടെയും കിയയുടെയൊക്കെ പോക്ക് പോകുന്നത്. എന്തായാലും അത് നല്ല കാര്യമാണ്. സാധാരണക്കാരിലേക്കും കാര്യങ്ങളെല്ലാം എത്തുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഹ്യുണ്ടായി അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഡ്രൈവർ സൈഡിന് കൊടുത്തിട്ടുണ്ട്. മുന്നിലേക്ക് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു. വേണമെങ്കിൽ ഇഷ്ടംപോലെ സ്ലാൻറ്റ് ചെയ്യാം. അത്തരത്തിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. പക്ഷേ മെമ്മറിയിൽ സൂക്ഷിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പാസഞ്ചർ സീറ്റിനും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഡോർ പാഡാണ്. ഡോർ പാഡിൽ വളരെ വലിയ ബോസിൻ്റെ ഒരു സ്പീക്കറാണ് നമുക്ക് കാണാവുന്നത്. കൂടാതെ ഒരു കപ്പ് ഹോൾഡറുണ്ട്. പിന്നെ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലമുണ്ട്. എന്നാലും കളേഴ്സ് എല്ലാം അതേപടി അതിലേക്ക് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ കളേഴ്സ് ബ്ലാക്കും ബീജും എല്ലാം അതേപടി കൊടുത്തിരിക്കുന്നു. പിന്നെ പില്ലറിൽ ഒരു ചെറിയ ട്വീറ്ററിൻ്റെ പൊസിഷനും കൂടി കാണാം. എന്തായാലും മനോഹരമായിട്ടുണ്ട് ഡോർ പാഡും എന്ന് പറയാതിരിക്കാനാവില്ല. അപ്പോൾ നമുക്കിനി പിൻഭാഗത്തിരിക്കാം. കാരണം ഒരു ഫാമിലി വാഹനമാണിത്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് എത്രത്തോളം കംഫർട്ട് ഉണ്ടെന്നുള്ള അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറാൻ പോവാണ്. കയറാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഇതുവരെ കാണാത്തൊരു കാര്യം മാനുവലി ഉയർത്താവുന്ന ഒരു സൺ ബ്ലൈൻഡ് നമുക്ക് കാണാം. പിൻഭാഗത്ത് യാത്രക്കാർക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഡോർ പാഡിലാണെങ്കിൽ ഇവിടെ ഒരു വലിയ സ്പീക്കറുണ്ട്. കൂടാതെ ഒരു കപ്പ് ഹോൾഡർ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വലിയ ഒരു 2 or 3 ബോട്ടിലൊന്നും വെക്കാവുന്ന സ്ഥലം അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഉൾഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ ഇപ്പോൾ ഈ സീറ്റ് ഞാൻ വളരെ പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്, അത് മുന്നിലേക്കും. എങ്കിലും മോശമല്ലാത്ത ലെഗ് സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ ഇവിടെ 2 ചാർജിങ് പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഫാസ്റ്റ് ചാർജേഴ്സാണ്. പിൻഭാഗത്തേക്ക് AC വെൻറ്റ് കൊടുത്തിരിക്കുന്നു. അമ്മേ മഹാമായ ഇവിടെ ഒന്നും ഇല്ലല്ലേ. അമ്മയൊക്കെ അതിൻ്റെ താഴെ എന്തോ ഉണ്ടെന്നൊന്നുമില്ല. അപ്പോൾ ഇത് കെട്ടുപിടിച്ച് വരുന്നേ ഉള്ളൂ വണ്ടി. ഇന്നലെ വൈകുന്നേരം കെട്ടുപിടിച്ച് നമ്മൾ രാത്രി തന്നെ എടുത്തുകൊണ്ട് പോരുകയും ചെയ്തു. ഇവിടെ ഒരു മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാൻ ചാർജ് ചെയ്യുമ്പോൾ
ഏറ്റവും ഗംഭീരമായൊരു കാര്യം, ഒരു ഫാമിലി വാഹനമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഈ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലോറാണ് കിട്ടുന്നത്. അങ്ങനെ ഉയർന്ന സെൻട്രൽ ടണലോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാം. ഒരുമയുണ്ടെങ്കിൽ 4 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാവുന്ന അവസ്ഥയാണ് പിൻഭാഗത്തെ സീറ്റിൽ. ഇവിടെ പേപ്പറൊക്കെ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലം എന്നേ പറയാനുള്ളൂ. എന്തായാലും മുൻഭാഗത്തെ സീറ്റ് പോലെ തന്നെ പിൻഭാഗത്ത് ഇത് വെൻറ്റിലേറ്റർ അല്ലെങ്കിൽ പോലും വെൻറ്റിലേറ്റർ ആണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ രീതി. തന്നെയല്ല പിൻഭാഗത്ത് ഈ ഒരു ഗ്രിപ്പ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ദീർഘദൂര യാത്രയിൽ സുഖം ചെയ്യുന്ന കാര്യമാണ്. ഇതിലിങ്ങനെ ഒരു പില്ലോ കിട്ടിയിട്ടുണ്ട്. അത് ഒരു പില്ലോ കിട്ടിയിട്ടുണ്ട്, ഒരു ബ്ലാക്ക് പില്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമുണ്ട്. അത് സുഖമായിട്ട് തലയൊക്കെ വെച്ചിരിക്കാവുന്ന ഒരു സുഖമാണ്. എനിക്ക് തോന്നുന്നത് അത് ഈ ഒരു ടോപ്പ് എൻഡിൽ കിട്ടുന്ന ഒരു ആക്സസറിയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും അത് ഫിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ വാഹനത്തിൽ. ഇവിടെ കപ്പ് ഹോൾഡറുണ്ട്, ആംറസ്റ്റും ഉണ്ട്, സുഖമായിട്ട് കൈവച്ച് ഇരിക്കാൻ വേണ്ടി. എന്തായാലും പിൻഭാഗത്ത് ഈ പറഞ്ഞ പോലെ വളരെ സുഖമായിട്ടൊരു ഫാമിലിക്ക് ഇരുന്ന് പോകാവുന്ന അത്രയും സുഖപ്രദമായ ഒരു വാഹനമാണിത്. തന്നെയല്ല ഇവിടെ തൈ സപ്പോർട്ടാണെങ്കിൽ ഒന്നാം തരമാണ്. അത്ര ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ ശ്രദ്ധിച്ചാണ് എപ്പോഴും ഹ്യുണ്ടായി ചെയ്യാറുള്ളത്. അത് നമുക്ക് ഇവിടെയും കാണാം. സുഖമായി കാല് വെച്ച് നിവർന്ന് ഇരിക്കാം. ഇനി ചെറിയ തോതിൽ വേണമെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 2 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഇതിൽ പിടിച്ച് വലിച്ചാൽ ഇങ്ങനെ ഒരു പൊസിഷനുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പിന്നിലേക്കും. അപ്പോൾ കുറച്ച് നിവർന്നിരിക്കണമെങ്കിൽ വേണമെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നേ പറയാനുള്ളൂ, വലിയ സംഭവമൊന്നുമില്ല അത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയാവുന്നത്. എല്ലാ തരത്തിലും ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും വളരെ റിഫ്രഷ്ഡ് ആയിട്ടുണ്ട്. തന്നെയല്ല ധാരാളം ഫീച്ചർ റിച്ച് എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഹ്യുണ്ടായുടെ കിയയുടെയൊക്കെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ്. എല്ലാ തരത്തിലും സ്മൂത്താണ്. അത് ഗിയർ ഷിഫ്റ്റ് ആയാലും അതെ, എല്ലാ കൺട്രോളുകളും സ്റ്റിയറിങ്ങും എല്ലാം അങ്ങേയറ്റം ഹരം പകരുന്ന രീതിയിൽ വാഹനം ഓടിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹ്യുണ്ടായുടെ പെട്രോൾ വാഹനങ്ങളുടെ കാര്യത്തിൽ മുമ്പേ ഉള്ള ഒരു പരാതി എന്ന് പറയുന്നത് മൈലേജിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് എത്തിയപ്പോഴേക്കും മൈലേജ് കൂടുന്ന രീതിയിൽ സാങ്കേതികമായിട്ടൊക്കെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഹ്യുണ്ടായുടെ പെട്രോൾ എഞ്ചിനുകൾ സംഭവിച്ചിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ പണ്ടേ വളരെ ഫ്യൂൽ എഫിഷ്യൻ്റാണ് ഹ്യുണ്ടായുടെ CRDI എഞ്ചിനുകളും മറ്റും. എനിക്ക് ഓർമ്മയുണ്ട്, വളരെ പണ്ട് ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന കാലത്തായിരുന്നു ആദ്യമായിട്ട് ഈ കോമൺ റെയിൽ എഞ്ചിനുമായിട്ട് ഹ്യുണ്ടായി ഡീസൽ വാഹനം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിന് ഞാനും ഒക്കെ പോയിരുന്നു. എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പം കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഒരു 2001-2002 സമയത്തൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അന്ന് ചെന്നൈയിലായിരുന്നു ആദ്യമായിട്ട് CRDI എഞ്ചിനുള്ള ആക്സെൻ്റ് എന്നാണ് എൻ്റെ ഓർമ്മ, ആദ്യമായിട്ട് അത് എക്സിബിറ്റ് ചെയ്തത്. അന്ന് അത് സ്റ്റാർട്ടാക്കിയിട്ട് അന്നത്തെ ഹ്യുണ്ടായുടെ പ്രസിഡൻറ്റ്, ഇന്ത്യയുടെ പ്രസിഡൻറ്റ് BVR സുബ്ബു, അദ്ദേഹം ചോദിച്ചു ഈസ് ഇറ്റ് പെട്രോൾ ഓർ ഡീസൽ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന ആർക്കും പറയാൻ പറ്റുന്നില്ല. ആ രീതിയിൽ സ്മൂത്തായിരുന്നു അന്ന് ഡീസൽ എഞ്ചിൻ, CRDI ഡീസൽ എഞ്ചിൻ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അത്രയും സ്മൂത്തായിട്ടുള്ള ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നത് ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഹ്യുണ്ടായാണ്. പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ അന്ന് തൊട്ടുള്ള പരാതി മൈലേജ് കുറവെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വന്നിട്ടുള്ള മോഡലാണ്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും എഞ്ചിൻ്റെ കാര്യത്തിൽ, ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ സംഭവിക്കാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം നിങ്ങളൊക്കെ ഓടിച്ചു നടക്കുന്ന എഞ്ചിനാണിത്. എന്തായാലും ഗിയർ ഷിഫ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണെന്നുള്ളതുകൊണ്ട് തന്നെ രസകരമായൊരു ഡ്രൈവിംഗ് അനുഭവം സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല ഗംഭീരമായ സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡാഷ്ബോർഡ് അല്പം താഴ്ന്നാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി വിസിബിലിറ്റി കൂടിയിട്ടുണ്ട്. തന്നെയല്ല ഇതൊരു വലിയ സാധനം എടുത്തു വെച്ചപ്പോഴുള്ള ഫീൽ ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തീരെ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇനി പറയേണ്ടത് അഡാസ് ഫീച്ചേഴ്സിൻ്റെ കാര്യമാണ്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഇതിന് സഹോദരനായ സെൽറ്റോസിൽ കണ്ട അതേ കാര്യങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 19 ഫംഗ്ഷൻസാണ് അഡാസ് ലെവൽ 2 വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 360 ഡിഗ്രി ക്യാമറയും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റവും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയാണ് ഈ ഒരു 19 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ വാർണിംഗ് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് ഉണ്ട്, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് ഉണ്ട്, ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ് ഉണ്ട്, ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ ആണ്. പിന്നെ ലെയിൻ ഫോളോവിംഗ് അസിസ്റ്റ് ഉണ്ട്, ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാച്ചർ അലേർട്ട്, റിയർ ക്രോസ് ട്രാഫിക് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ്. ഇങ്ങനെ രാവിലെ 2 മസാല ദോശ കഴിച്ചാൽ മാത്രം പറയാൻ പറ്റുന്ന ധാരാളം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയാൽ 6 എയർ ബാഗ്സ്, 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം, അതായത് നമ്മൾ സൈഡിൽ കൂടെ വാഹനം ഏതെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സൈഡ് വ്യൂ മിറേഴ്സിൽ അതിൻ്റെ വാണിംഗ് വരുന്ന സിസ്റ്റമാണിത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ 4 വീലുകളിലും ഡിസ്ക് ബ്രേക്കാണ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുമാതിരി ഞാൻ നേരത്തെ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും വളരെ പ്രീമിയം വാഹനങ്ങളിൽ മാത്രം കാണുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുതിയ ഈ ഹ്യുണ്ടായി ക്രെറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ 115 BSP 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ആണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനുണ്ട്. പിന്നെ മാനുവൽ ഗിയർ ബോക്സ് കൂടാതെ CVT, ടോർക്ക് കൺവേർട്ടർ, അങ്ങനെയുള്ള പല ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പുതിയ ഞാൻ പറഞ്ഞല്ലോ 1.5 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ പവർ അല്പം കൂടിയിട്ടുണ്ട്, 160 BSP പവറായിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ ആ എഞ്ചിന് 250 Nm ടോർക്കുമുണ്ട്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഡലിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ CVT ട്രാൻസ്മിഷനുമാണുള്ളത്. ഡീസലിലാണെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനുണ്ട്, ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടർബോ പെട്രോളിൽ 7 സ്പീഡ് DCTയും. മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 14 തൊട്ട് 18 വരെയൊക്കെയാണെന്ന് തോന്നുന്നു പൊതുവെ ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന മൈലേജ്. ഇപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു മോഡലിൽ കിട്ടാൻ പോകുന്നത്. പക്ഷേ പുതിയ 160 BSP ടർബോ പെട്രോളിന് എത്രയാണ് മൈലേജ് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. എന്നാലും അത്തരം കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴേ കമ്പനി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇന്ന് ലോഞ്ചിൻ്റെ ദിവസത്തിൽ ഇന്നലെ ഇപ്പോൾ ഈ പ്രോഗ്രാം വന്നു കഴിയുമ്പോൾ ഇന്നലെയാവും. ഇന്നലെ അതൊക്കെ പ്രഖ്യാപിച്ചിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ നമുക്ക് ഇന്നിപ്പോൾ അത് ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്തായാലും വിലയും മൈലേജുമാണ് നമുക്കിനി അറിയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു വില ഞാൻ പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. എങ്കിൽ പോലും ഞാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്ന ആ വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു വാഹനമായിരിക്കും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം വെച്ചാൽ എപ്പോഴും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന 2 വാഹന നിർമ്മാണ കമ്പനികളാണ് കിയയും ഹ്യുണ്ടായി. അപ്പോൾ ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ക്രെറ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ഫീച്ചേഴ്സ് അത് തന്നെയായിരിക്കും അതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ വീണ്ടും അടുത്ത സെൽറ്റോസ് വരുമ്പോഴായിരിക്കും ഇതിനെ ഓവർകം ചെയ്യുന്നതിനുള്ള ഫീച്ചേഴ്സ് വരാൻ പോകുന്നത്. ചില വാഹനങ്ങൾ ഓടിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അതായത് നല്ല ഒരു കാര്യമാണല്ലോ സമൂഹത്തിന് വേണ്ടി ചെയ്തതെന്ന്. അങ്ങനെ തോന്നിയ ഒരു ദിവസമാണിത്. കാരണം മനോഹരമായ ഒരു വാഹനമാണ് പുതിയ ക്രെറ്റ എന്നുള്ള കാര്യം സംശയമില്ല. എല്ലാ തരത്തിലും റിഫൈൻഡാണ്. എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടി നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും എന്താണ് പണിക്കുറ്റം തീർന്ന ഒരു മോഡൽ എന്നാണ് വിളിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോൾ പുതിയ മോഡലിൽ നികത്തിയിരിക്കുകയാണ്. മനോഹരമായിട്ടുണ്ട് പുതിയ മോഡൽ എന്ന് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു മോഡലാണിത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ വാഹനത്തിന് ഇനിയിപ്പോൾ എതിരാളികളെന്ന് പറയുന്നത് ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. അതായത് ഈ സെഗ്മെൻറ്റ് അങ്ങനെ ഫ്ലഡഡ് ആയിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് കിയ സെൽറ്റോസ് ഉണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞ കുയിലുണ്ട്, പിന്നെ ഹോണ്ട എലിവേറ്റ് ഉണ്ട്. ഈ എലിവേറ്റിൻ്റെ കാര്യം ഒരു അത്ഭുതമാണ് കേട്ടോ. കാരണം എലിവേറ്റ് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ ഈ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് രക്ഷപ്പെടുമോ എന്നൊക്കെ എനിക്കൊരു സംശയം തോന്നിയത്. പക്ഷേ നല്ല രീതിയിൽ വിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ടൈഗൺ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം ഇതിൻ്റെ കോമ്പറ്റീറ്ററാണ്. അപ്പോൾ അതിനെയൊക്കെ കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് വീണ്ടും ഫീച്ചേഴ്സ് വളർത്തിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ ഈ വാഹനം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ വില പ്രഖ്യാപിച്ചിട്ടില്ല. സത്യത്തിൽ ഇന്നാണ് അത് പ്രഖ്യാപിക്കുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഇത് വാഹനം എടുത്തുകൊണ്ട് പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിലയൊക്കെ. ഏകദേശം ഒരു 11 ലക്ഷം രൂപയ്ക്ക് വില ആരംഭിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ധാരാളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, സൺറൂഫ് പോലുള്ള പനോറമിക് സൺറൂഫ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൂടുതൽ മനോഹരമാക്കി വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ ക്രെറ്റ. തീർച്ചയായിട്ടും പഴയ ക്രെറ്റ ഓടിക്കുന്നവർക്ക് ഒരല്പം അസൂയ തോന്നിയാൽ അത് തെറ്റല്ല. പക്ഷേ പണ്ട് ഒരിട ടിവിയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ അസൂയ നന്നല്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് പുതിയ കട്ടിയുടെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് അറിയാമല്ലോ കമൻറ്റ് ഓഫ് ദി വീക്കിനെ പറ്റി. അതായത് എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഒന്ന് തിരഞ്ഞെടുത്ത് അതിന് നമ്മൾ 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് കൊടുക്കുന്നു. റോഡ്മേറ്റ് എന്ന ആപ്പാണ് ഈ സമ്മാനം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കാണുക, വീഡിയോയുടെ താഴെ നല്ല കമൻറ്റുകൾ ഇടുക, അതിൽ നിന്നും തിരഞ്ഞെടുത്ത കമൻറ്റ് ആണ് നമ്മൾ 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്നത്. അപ്പോൾ വാഹനമില്ലാത്തവർ കമൻറ്റ് ചെയ്യാം, കാരണം ഈ ഗിഫ്റ്റ് ഹാമ്പർ വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല തരുന്നത്. പിന്നെ വിദേശത്തുള്ളവർ കമൻറ്റ് ചെയ്യാം, അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് നമ്മൾ ഈ ഒരു സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വിമർശനാത്മകമായ കമൻറ്റുകൾ അല്ലെങ്കിൽ രസകരമായ കമൻറ്റ് എന്തും ചെയ്യാം, തിരഞ്ഞെടുത്ത കമൻറ്റിനാണ് സമ്മാനം നൽകുന്നത്. അപ്പോൾ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, സമ്മാനം നൽകുക. വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ബൈ.